ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സ്വതന്ത്രവും സമൃദ്ധവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് വേണ്ടി ക്വാഡ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ട് ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി ഇന്ത്യ 40 ദശലക്ഷം വാക്സിൻ ഡോസുകൾ സംഭാവന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. US പ്രസിഡന്റ്, ജപ്പാൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാർ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്ന മലയാളി യുവതിയുടെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ശ്രീലങ്കയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 280 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. സ്വതന്ത്രവും സമൃദ്ധവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് വേണ്ടി ക്വാഡ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുഎസിലെ ഡെലവെയറിൽ ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2025 ഉച്ചകോടി ഇന്ത്യയിൽ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ശ്രീ മോദി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. US ആസ്ഥാനമായുള്ള പ്രമുഖ കമ്പനികളുടെ സിഇഒമാരുമായും അദ്ദേഹം സംവദിക്കും. നാളെ ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയുടെ ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ക്വാഡ് ഉച്ചകോടിക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്നലെ US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയിരുന്നു. ചർച്ചകൾ അങ്ങേയറ്റം ഫലപ്രദമായിരുന്നുവെന്ന് പ്രധാനമന്ത്രിയും ഇന്ത്യ അമേരിക്ക പങ്കാളിത്തം മുൻകാലങ്ങളിലേക്കാൾ ശക്തവും പരിവർത്തനാത്മകവുമാണെന്ന് പ്രസിഡന്റ് ബൈഡനും സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള നന്മയ്ക്കുള്ള ഒരു ശക്തിയായി ക്വാഡ് തുടരുമെന്ന് ആവർത്തിച്ച് അംഗരാജ്യങ്ങൾ. ഇൻഡോ പസഫിക് മേഖലയുടെയും ആഗോള സമൂഹത്തിന്റെയും വികസനത്തിനായി നിരവധി പദ്ധതികൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. ഇൻഡോ പസഫിക് മേഖലയിൽ ക്യാൻസറിനെ ചെറുക്കുന്നതിനായുള്ള ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് പങ്കാളിത്തം, മാരിടൈം ഇനിഷ്യേറ്റീവ് ഫോർ ട്രെയിനിംഗ് ഇൻ ദ ഇൻഡോ പസഫിക് മൈത്രി, തുറമുഖ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള ക്വാഡ് പോർട്സ് ഓഫ് ദി ഫ്യൂച്ചർ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ക്വാഡ് ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്വാഡ് വിൽമിംഗ്ടൺ പ്രഖ്യാപനം നേതാക്കൾ അംഗീകരിച്ചു. ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി ഇന്ത്യ 40 ദശലക്ഷം വാക്സിൻ ഡോസുകൾ സംഭാവന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാഡ് ഉച്ചകോടിയുടെ ഭാഗമായി ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർവിക്കൽ ക്യാൻസർ പോലുള്ള വെല്ലുവിളികളെ സംയുക്തമായി നേരിടാനുള്ള ക്വാഡ് രാജ്യങ്ങളുടെ തീരുമാനത്തിൽ പ്രധാനമന്ത്രി സന്തോഷം അറിയിച്ചു. ചെലവ് കുറഞ്ഞ രീതിയിൽ സർവിക്കൽ ക്യാൻസർ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ വൻതോതിൽ നടന്നുവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. भारत का विजन है वन अर्थ वन हेल्थ. इसी भावना से मैं क्वाड मूनशॉट इनिशिएटिव के तहत $7.5 मिलियन के सैपलिंग किट्स, डिटेक्शन किट्स और वैक्सीन का सहयोग देने की घोषणा करता हूं. रेडियोथेरेपी ट्रीटमेंट और कैपेसिटी बिल्डिंग में भी भारत सहयोग देगा. मुझे खुशी है कि इंडो पैसिफिक देशों के लिए गावी और क्वाड की पहलों के अंतर्गत भारत से 40 मिलियन वैक्सीन डोसेज का योगदान दिया जाएगा. ये 40 मिलियन वैक्सीन डोसेज करोड़ों लोगों के जीवन में आशा की किरणें बनेगी. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇന്ത്യയിലുള്ളതെന്നും എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയും സർവിക്കൽ ക്യാൻസറിനുള്ള സ്വന്തം വാക്സിൻ വികസിപ്പിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ക്വാഡ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ വർഷങ്ങളിലെ ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ആഗോള പങ്കാളിത്തം കഴിഞ്ഞ 10 വർഷത്തിൽ നേടിയ പുരോഗതിയിൽ ഇരു നേതാക്കളും സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധം, സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം സുദൃഢമാക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകളും ഇരു നേതാക്കളും പങ്കുവച്ചു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, നിക്ഷേപം, ഗവേഷണം, കാലാവസ്ഥാ വ്യതിയാനം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. പരസ്പര താൽപര്യമുള്ള വിവിധ ആഗോള പ്രാദേശിക വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകളും ഇരുവരും പങ്കുവച്ചു. ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് കടത്തിയ 297 പുരാവസ്തുക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തോടനുബന്ധിച്ച് അമേരിക്ക ഇന്ത്യയ്ക്ക് തിരികെ നൽകി. ഇവ ഉടനെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരും. ഈ വസ്തുക്കൾ ഇന്ത്യയുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ബൈഡന് നന്ദി രേഖപ്പെടുത്തി.
2027 ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള യാത്രയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ലാവോസിൽ 12ാമത് ഈസ്റ്റ് ഏഷ്യ സാമ്പത്തിക കാര്യ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി ആഗോള വ്യാപാര സംഘടനയുടെ സുതാര്യമായ നവീകരണത്തിന് ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങൾ എടുത്തു പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക റൈനോ ഡേ. കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി തന്റെ കാസിരംഗ ദേശീയോദ്യാന സന്ദർശനം അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3ാം വട്ടവും അധികാരത്തിലെത്തി 100 ദിവസം പിന്നിടുന്നതിനിടെ ആരംഭിച്ചത് 15 ലക്ഷം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ. വിശദാംശങ്ങളിലേക്ക്. അടിസ്ഥാന സൗകര്യങ്ങൾ, സാമൂഹ്യക്ഷേമം, കർഷകർ, മധ്യവർഗം, സ്ത്രീകൾ, യുവജനങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകളെ പരിഗണിച്ചുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾക്കാണ് സർക്കാർ 100 ദിനത്തിൽ പ്രാധാന്യം നൽകിയത്. 63,000 ഗ്രാമങ്ങളിലെ 5 കോടി ആദിവാസികളുടെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ, സർക്കാർ പദ്ധതി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി 2,90,000-ലധികം യൂണിക് ഡിസബിലിറ്റി തിരിച്ചറിയൽ കാർഡുകൾ, മാലിന്യം ശേഖരിക്കുന്നവരുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി നാഷണൽ ആക്ഷൻ ഫോർ മെക്കനൈസ്ഡ് സാനിറ്റേഷൻ എക്കോസിസ്റ്റം തുടങ്ങി വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വഖഫ് ഭേദഗതി ബിൽ 2024 സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഡൽഹിയിൽ പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ചു നൽകി. പുതിയ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അതിഷി ഉൾപ്പെടെ 5 മന്ത്രിമാരാണുള്ളത്. വിദ്യാഭ്യാസം, ഊർജ്ജം, ധനകാര്യം തുടങ്ങി 13 വകുപ്പുകളുടെ ചുമതല മുഖ്യമന്ത്രിക്കാണ്. ആരോഗ്യം, നഗരവികസനം, സാമൂഹിക ക്ഷേമം എന്നിവയുടെ ചുമതല സൌരഭ് ഭരദ്വാജ് വഹിക്കും. വകുപ്പ് വിഭജനം സംബന്ധിച്ച ശുപാർശ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്ന മലയാളി യുവതിയുടെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് നോട്ടീസ് അയച്ച കമ്മീഷൻ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. ജോലിഭാരം മൂലമാണ് യുവതി മരിച്ചതെന്ന പരാതി ഏറെ ഗൌരവമേറിയതാണെന്നും രാജ്യത്തെ തൊഴിലാളി നയങ്ങളും തൊഴിൽ സംസ്കാരവും വിലയിരുത്തപ്പെടേണ്ടതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. കേന്ദ്ര സാമൂഹികനീതി വകുപ്പ് സഹമന്ത്രി BL വർമ്മ ഇന്ന് കോഴിക്കോട് സന്ദർശിക്കും. ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ കോമ്പോസിറ്റ് റീജിയണൽ സെന്ററിൽ ഭിന്നശേഷിക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരുമായി കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ഭിന്നശേഷിക്കാർക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവഹിക്കും. തുടർന്ന് സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം പരിപാടിയിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. വിദേശത്തു നിന്നെത്തിയ ഇയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തേടിയത്. ഇദ്ദേഹത്തിന്റെ കുടുംബം നിരീക്ഷണത്തിൽ കഴിയുകയാണ്. തിങ്കളാഴ്ചയോടെ പരിശോധനാ ഫലം പുറത്തുവന്നാൽ മാത്രമേ രോഗം സ്ഥിരീകരിക്കാനാവൂ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ശ്രീലങ്കയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പോസ്റ്റൽ ബാലറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. 75% പോളിംഗ് രേഖപ്പെടുത്തിയ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. അതിനിടെ മുൻകരുതൽ നടപടിയെന്ന നിലയിൽ രാജ്യത്ത് ഇന്നലെ രാത്രി മുതൽ ഏർപ്പെടുത്തിയ കർഫ്യൂ ഇന്ന് ഉച്ചവരെ നീട്ടിയിരുന്നു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 280 റൺസ് വിജയം. ഇന്ത്യ ഉയർത്തിയ 515 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 4ാം ദിവസം 234 റൺസിന് പുറത്താകുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 376ഉം 2ാം ഇന്നിംഗ്സിൽ 287ഉം റൺസാണ് നേടിയത്. ബംഗ്ലാദേശിന്റെ 1ാം ഇന്നിംഗ്സ് 149-ൽ അവസാനിച്ചു. ഇതോടെ 2 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തി. അടുത്ത 5 ദിവസം രാജ്യത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിദർഭ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെലങ്കാനയിൽ ഇന്നലെ രാത്രി ശക്തമായ മഴ പെയ്തു. ഹൈദരാബാദിന്റെ വിവിധ ഭാഗങ്ങളിലും സമീപ ജില്ലകളിലുമാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത്. തെലങ്കാനയിലെ വിവിധ ജില്ലകളിൽ തിങ്കളാഴ്ച വരെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. സുൽത്താൻഗഞ്ച്, രത്തൻപൂർ സ്റ്റേഷനുകൾക്കിടയിൽ റെയിൽവേ ട്രാക്കുകൾ വെള്ളത്തിനടിയിലായി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വതന്ത്രവും സമൃദ്ധവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് വേണ്ടി ക്വാഡ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ക്യാൻസർ പ്രതിരോധം ലക്ഷ്യമിട്ട് ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി ഇന്ത്യ 40 ദശലക്ഷം വാക്സിൻ ഡോസുകൾ സംഭാവന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. US പ്രസിഡന്റ്, ജപ്പാൻ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാർ എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്ന മലയാളി യുവതിയുടെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ശ്രീലങ്കയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. ബംഗ്ലാദേശിനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 280 റൺസ് വിജയം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.